സുഹൃത്തുക്കളെ, നെപ്പോളിയൻ ഹിൽ തൻ്റെ പുസ്തകമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ 7 പ്രധാനപ്പെട്ട നെഗറ്റീവ് ഇമോഷനുകളെക്കുറിച്ച് പറയുന്നുണ്ട്. വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ടവയാണ് ഈ 7 പ്രധാന നെഗറ്റീവ് ഇമോഷനുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഈ നെഗറ്റീവ് വികാരങ്ങൾ നമ്മളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും പ്രതികൂലമായി ബാധിച്ച് വിജയത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. അതിനാൽ ഇവ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ 7 പ്രധാന നെഗറ്റീവ് ഇമോഷനുകൾക്ക് പകരം തൽസ്ഥാനത്ത് 7 പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇമോഷനുകളെ നെപ്പോളിയൻ ഹിൽ നിർദ്ദേശിക്കുന്നുണ്ട് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ പുസ്തകത്തിൽ. പോസിറ്റീവും നെഗറ്റീവുമായ വികാരങ്ങൾക്ക് ഒരേ സമയത്ത് മനസ്സിൽ നിലനിൽക്കാനാവില്ല. ഒന്നല്ലെങ്കിൽ മറ്റേത് മേധാവിത്വം നേടിയേ തീരൂ. നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായ വികാരങ്ങളാണ് മേധാവിത്വം ചെലുത്തുന്ന സ്വാധീനമായി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്തിയേ പറ്റൂ. ഇവിടെയാണ് ശീലത്തിൻ്റെ നിയമം നിങ്ങളുടെ സഹായത്തിനെത്തുന്നത്. പോസിറ്റീവായ വികാരങ്ങളെ പ്രയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ശീലം രൂപീകരിക്കുക. ഒടുവിലവ നിങ്ങളുടെ മനസ്സിൽ പരിപൂർണമായ ആധിപത്യം നേടുകയും അതോടെ നിഷേധാത്മക വികാരങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റാതാകുകയും ചെയ്യുന്നു. ഈ നിർദ്ദേശങ്ങളെ തുടർച്ചയായും അക്ഷരാർത്ഥത്തിലും പിന്തുടരുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിന് മേൽ നിയന്ത്രണം നേടാനാകൂ. നിങ്ങളുടെ ബോധമനസ്സിൽ ഒരൊറ്റ നിഷേധാത്മക ചിന്തയുണ്ടായാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള നിർമ്മാണാത്മകമായ സഹായത്തിൻ്റെ എല്ലാ സാധ്യതകളെയും നശിപ്പിക്കാൻ അത് മതിയാകും. ഭയം, അസൂയ, വെറുപ്പ്, പ്രതികാരം, ആർത്തി, അന്ധവിശ്വാസം, കോപം, ഇതൊക്കെയാണ് നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആ 7 നെഗറ്റീവ് ഇമോഷനുകൾ. ഈ നെഗറ്റീവ് ഇമോഷനുകളെ ഒഴിവാക്കിയിട്ട് പകരം അഭിലാഷം അഥവാ ആഗ്രഹം, വിശ്വാസം, സ്നേഹം, ലൈംഗികത, ആവേശം, പ്രേമം, പ്രതീക്ഷ പോലത്തതായിരിക്കുന്ന പോസിറ്റീവായ ഇമോഷനുകളെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം ആ നെഗറ്റീവ് ഇമോഷനുകളെ. ഇതിനെക്കുറിച്ചൊക്കെ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വേറെയും പോസിറ്റീവായതും നെഗറ്റീവായതുമായ ഇമോഷനുകളുണ്ട് എങ്കിലും ഇവ 7 ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ 7 എടുത്തു പറഞ്ഞിട്ടുള്ളത്. പലരുടെയും പ്രാർത്ഥനകളൊന്നും സ്വീകരിക്കപ്പെടാറില്ല. പല ആളുകളും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ വരെ ആവാറുണ്ട്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങൾ അങ്ങനെയുള്ളവരെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുക, അവർ ഭൂരിപക്ഷം പേരും പ്രാർത്ഥനയിലേക്ക് തിരിയുന്നത് എല്ലാ കാര്യങ്ങളും പരാജയമടഞ്ഞതിന് ശേഷം മാത്രമാണെന്നാണ്. അവരെല്ലാ വഴികളും പരിശോധിക്കും, എല്ലാ വാതിലുകളും മുട്ടും. അവിടെയെല്ലാം പരാജയപ്പെട്ടതിന് ശേഷമാണ് പ്രാർത്ഥനയിലേക്ക് തിരിയുന്നത് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇത് നടക്കൂല എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത ഓൾറെഡി അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതോടെ ആ പ്രാർത്ഥന കാര്യം നടക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായി മാറും. അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത വാക്കുകൾ കണ്ട് വെറും ചടങ്ങായി മാറും. ഭൂരിപക്ഷം പേരും സർവ്വതും പരാജയപ്പെട്ടതിന് ശേഷമാണ് പ്രാർത്ഥനയിലേക്ക് തിരിയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നിറയെ സംശയങ്ങളും ഭയവും നിറഞ്ഞ നിലയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരുടെ ഉപബോധ മനസ്സ് അതാണ് മനസ്സിലാക്കുന്നത്. ഉപബോധ മനസ്സിന് അതിന്മേൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. കാരണം ഉപബോധ മനസ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അത് ഇമോഷനാണ്, വികാരമാണ്. അവ അതിനെ അനന്തമായ ബുദ്ധിയിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. അതേപോലെ ഈ വികാരമാണ് അനന്തമായ ബുദ്ധി സ്വീകരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് അതിന്മേലാണ് പ്രവർത്തിക്കുക. നിങ്ങളൊരു കാര്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനിടയിൽ തന്നെ അത് നിങ്ങൾക്ക് കിട്ടുകയില്ലെന്ന് സംശയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അഥവാ അനന്തമായ ബുദ്ധി നിങ്ങളുടെ ആ പ്രാർത്ഥനയിൽ മേൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവിലാകും. ഇവിടെയാണ് ആഗ്രഹം, വിശ്വാസം, സ്നേഹം പോലത്തായിരിക്കുന്ന പോസിറ്റീവ് ഇമോഷനുകൾ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ അകമ്പടിയോടുകൂടെയുള്ള പ്രാർത്ഥനയാകുമ്പോഴത്തേക്കും ആ കാര്യം നടക്കും. പ്രാർത്ഥന മിക്കപ്പോഴും ഒരാൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് യാഥാർത്ഥ്യമാകുന്നതിന് സഹായകമാകും. നിങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു കാര്യം ലഭ്യമായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മയിലേക്ക് മടങ്ങിക്കൊണ്ട് നിങ്ങൾ ആ പ്രാർത്ഥന നടത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന മാനസികാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് കാണാനാകുക ഇവിടെ വിവരിച്ച സിദ്ധാന്തം ഒരു സിദ്ധാന്തത്തെക്കാളും കൂടുതലാണെന്നതാണ്. ഒരു സംഗതി നടന്നു അല്ലെങ്കിൽ കിട്ടി എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന, ആ നിലക്കുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, സംഭവം നടന്നിരിക്കും. നിങ്ങൾ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു വിഷയം പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടതായി നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം അവിടെ നിരീക്ഷിക്കാനാവും.
തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് ഇമോഷനുകളെ കുറിച്ചുള്ള ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.